ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും ജീവിതത്തിനെ കുറിച്ച്, എഡ്യൂക്കേഷനെ കുറിച്ച്, കരിയറിനെ കുറിച്ച്, സന്തോഷമായ കുറിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു ഞാൻ പറയുന്നത് ഇങ്ങനെ ഭിന്നശേഷിയുള്ള ഒരു കുട്ടി ആണ് ജനിക്കുന്നത് എന്ന് അറിയുന്നതോടുകൂടി ഒരു മാനസികമായി തളരുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ നേരത്തെ മാഡം പറഞ്ഞു ഡിഫൈൻഡ് ആയിട്ടുള്ള ഡിസബിലിറ്റി ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഇന്ന് നമ്മൾ നടത്തുന്ന ചർച്ച പോലും അവരെ കുറിച്ചാണ് എന്നറിയാത്ത ഇന്റലക്ച്വലി ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ. അതിൽ തന്നെ സിവിയർ മൈൽഡ് മോഡറേറ്റ് ഉണ്ടാവും. ഇതിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് ഈ കുട്ടികളും അവരുടെ അമ്മമാരുമാണ്. അവർക്ക് അവരുടെ റൈറ്റ്സിനെ കുറിച്ചോ അവരുടെ പദ്ധതികളെ കുറിച്ചോ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമുകളെ കുറിച്ചോ ഒന്നും തന്നെ അവർ അവെയർ അല്ല. അവരുടെ പ്രോപ്പർട്ടിയെ കുറിച്ചോ ഒന്നിനെ കുറിച്ചും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി 2 കൈ കൊണ്ട് 4 കൈൻ്റെ പർപ്പസ് നടത്തുന്നത് അവരുടെ അമ്മമാരാണ്. അവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റുന്നു. നമ്മുടെ സമൂഹത്തിന് ആണ് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനം ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് അവരോട് പെരുമാറുന്നു. പലപ്പോഴും സമൂഹത്തിന്റെ ചോദ്യങ്ങളും നോട്ടങ്ങളും പേടിച്ചാണ് അവർ ഓടി ഒളിക്കുന്നത്. ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിക്കും ഇങ്ങനെയുള്ള ആളുകളെ അറിയാൻ പറ്റും, അവരെ കുടുംബത്തിലല്ല. പക്ഷെ അവരെവിടെയാണ്? ഫംഗ്ഷനുകളിലില്ല, ഇവർ ഓടി ഒളിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ അമ്മമാരനുഭവിക്കുന്നത് അവർ ഈ പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ പെൺകുട്ടികളെയൊക്കെ അവർ പരിപാലിക്കുന്നത് വളരെ വളരെ സങ്കടമാണ്. ഈ കുട്ടികളെ പരിപാലിക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റില്ല, അവരുടെ ആരോഗ്യം നോക്കാൻ പറ്റില്ല, അവരുടെ ഫാമിലി ലൈഫിനെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. വേറൊരു കുട്ടി വേണ്ട എന്ന് വെക്കുന്നതുണ്ട്. മറ്റു കുട്ടികൾ, മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സ്നേഹവും പരിചരണവും പഠനത്തിലൊക്കെ ശ്രദ്ധിക്കാനുള്ള അത്തരം സംവിധാനങ്ങൾ മാറിപ്പോവാണ്. ഈവൻ ഈ സമൂഹത്തിലെ ചോദ്യങ്ങളാണ് അവരെ അലട്ടുന്നത്. നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, ഇത് പുവർ പാരന്റിങ് ആണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ അത് മനസ്സിലാക്കി അവരോട് അതിനൊരു മാറ്റം ഉണ്ടാവണം. നമ്മുടെ കരിക്കുലത്തിലടക്കം ഇവരെ ഈ പ്രാഞ്ചിയായിട്ട് എന്ന സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, തോറ്റോന്റെ വേദന തോറ്റോനല്ല അറിവ് പുണ്യാളൻ. പലപ്പോഴും ഈ ഈ ഈ ഇങ്ങനെയുള്ള ഓട്ടിസം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളോട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പാട്ട് പാടുവോ, ഡാൻസ് കളിക്കുമോ, എന്തെങ്കിലും ഒരു കഴിവുണ്ടാവുമോ എന്ന്. സത്യത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവരനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയ കുട്ടീൻ്റെ ഭാവി എന്താണ്, ഞാൻ എവിടെ ആക്കും, ആരാണ് എൻ്റെ കുട്ടീനെ ഇതുപോലെ ബാത്റൂമിൽ കൊണ്ടുപോവുകയും ഭക്ഷണം കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ആരാണ്, എനിക്കൊന്ന് വയ്യാണ്ടായി പോയാൽ അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആർക്കെങ്കിലും വയ്യാണ്ടായി പോയാൽ ഇവരാര് പരിചരിക്കും? ഇത്തരം കാര്യങ്ങളാണ്. മാത്രമല്ല ഇവരുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. പിന്നെ ഈ PhD ഉള്ള ആൾക്കാരുണ്ട് ഒരുപാട്. ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി 200 അമ്മമാരെ കുറിച്ചൊരു സർവേ നടത്തിയപ്പോൾ ഇവർക്ക് ആർക്കും തന്നെ ഒരു തൊഴിലോ സംവിധാനങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മളുടെ സമൂഹം അവരെ കൂടെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, സാധാരണഗതിയിൽ ഏത് ഫീൽഡിലാണെങ്കിലും കോമ്പറ്റീഷനുള്ള സമയമാണ്, സ്ട്രെസ് ഉള്ള സമയമാണ്. അപ്പോൾ ഇവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സിന് പുറമെ ജോലിൻ്റെ ഒരു സ്ട്രെസ്സും കൂടെ ഇവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഇവരുടെ ടൈം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ സമയത്തിനനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ട സംവിധാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവരെയും കൂടെ ഉൾക്കൊള്ളുന്നതായ ഒരു സമൂഹം വന്നാൽ മാത്രമാണ് നമ്മളൊരു പരിഷ്കൃത സമൂഹമായിട്ട് മാറുന്നുള്ളൂ.